സാർ, ഇപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അത് ദേശീയ പാർട്ടി എന്നതിൽ നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറുന്നൊരു സംശയമുണ്ട്. ചോദിക്കാൻ കാരണം ഇപ്പം നിലവിൽ ലോക്സഭ MP ആയിരിക്കുന്ന ചില ആളുകൾ മുമ്പ് സൈന്യത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു, പിന്നീട് ആ സൈന്യത്തെ എത്ര മോശമായിട്ട് പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ കണ്ടതും കേട്ടതുമാണ്. എങ്ങനെയാണ് സാറിന് അതിനൊന്ന് വിലയിരുത്താൻ കഴിയുക? ഇത് ഇത്ര പുറകോട്ട് പോകേണ്ടി വരും. അതായത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ദേശീയത വോട്ട് മേടിക്കാൻ വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികൾ പല കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാത് ദേശീയതകളെ ഉയർത്തിപ്പിടിച്ച് വോട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ ആ ദേശീയവാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് നടത്തുക. അത് ചില ഏകാധിപതികളും അത് ചെയ്തിട്ടുണ്ട്, ജനാധിപത്യ കക്ഷികളും അത് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ദേശീയത ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അധികം പ്രാവശ്യം ജനങ്ങളെ പറ്റിച്ച് ഇലക്ഷൻ ജയിക്കുകയും അതേ സമയത്ത് ഒരു സൈഡിൽ കൂടെ പുറകിൽ കൂടെ ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ലോകത്തുള്ളൂ, അത് കോൺഗ്രസ്സാണ്. അതായത് അതിദേശീയത, ഹൈപ്പർ നാഷണലിസം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ നീണ്ട ഒരു 100 വർഷം എന്ന് പറയാം, സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് പിമ്പും വളരെ കൃത്യമായിട്ട് പറ്റിക്കുകയും, എന്നാൽ അതേ സമയത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇന്ത്യ വിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം കുറേ കൂടെ കൂടുതലായിട്ടും ഒഫീഷ്യലായിട്ടും ഇന്ത്യ വിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെയൊക്കെ ചെറുപ്പം തുടങ്ങി ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാനും ചൈനയാണ്, അവർ നമ്മളോട് യുദ്ധം ചെയ്യുന്നു, അവരെ നേരിടണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ പറ്റത്തുള്ളൂ, ഇന്ദിരാഗാന്ധിക്കേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പം ഞാൻ തന്നെ 86 ഇതിൽ KSUവിൻ്റെ, ഞാൻ 84 തുടങ്ങി KSUവിലുണ്ട്, ഒഫീഷ്യലായിട്ട് മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നത് 86 മെമ്പർഷിപ്പ് സ്വീകരിക്കുമ്പം അന്നത്തെ KSUവിൻ്റെ നേതാവ്, ഇപ്പോഴത്തെ പത്തനംതിട്ട MP ബഹുമാന്യായ ആൻ്റോ ആൻ്റണിയാണ് മെമ്പർഷിപ്പ് തരുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ഒരു പ്രസംഗം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതിങ്ങനെയാണ്: നമ്മുടെ മാതാവായ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടിരിക്കുന്നു, മകൻ രാജീവ് ഗാന്ധിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് അനേകം ഭീഷണികൾ നിലവിലുണ്ട്, പാകിസ്ഥാനും ചൈനയും ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവരെ പിന്തുണയ്ക്കുന്നവർ ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ SFIയിലോ അങ്ങനെയുള്ള പരിപാടിയിലോ ഒന്നും ചേരരുത്, ഭീകരവാദത്തിനും വിഘടനവാദത്തിനുമെതിരെ നിങ്ങൾ രാജീവ് ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക, കോൺഗ്രസിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുക. അങ്ങനെ ഇതിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കമാണ്, അവസാനിപ്പിച്ചത് എവിടെയാണെന്ന് ഓർമ്മയില്ല. അതായത് ആ രീതിയിലുള്ള അതിദേശീയതയാണ് അന്ന് ആൾക്കാരെ ചേർക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പിള്ളേരാണ്, 10-16 വയസ്സേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നും അറിയില്ല, ഏതൊക്കെയായാലും സംഭവം കൊള്ളാമെന്നുള്ളത് തോന്നി, ദേശീയതയാണ്, നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നു, ഊർജിതമായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാനും ഒക്കെ പോയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഈ ദേശവിരുദ്ധ ശക്തികളായിട്ടുള്ള ഖാലിസ്ഥാന്, LTTE, നോർത്ത് ഈസ്റ്റിലുള്ള ഭീകര സംഘടനകൾ, ജിഹാദി, കാശ്മീർ ജിഹാദി, അങ്ങനെ പല ഇതിലുള്ള ആൾക്കാരുമായിട്ടും ഈ അതിദേശീയത പറയുന്ന കോൺഗ്രസ്സിന് രഹസ്യവും പരസ്യവുമായ ബന്ധങ്ങളുണ്ടെന്നും ഇവരുടെയൊക്കെ തലതൊട്ടപ്പനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇല്ലിസിറ്റ് കിഡ്സാണ് ഈ മേൽപ്പറഞ്ഞ താരങ്ങളെല്ലാം എന്നുള്ളത് പുറത്ത് ചെന്നപ്പോഴാണ് നമുക്ക് ബോധ്യമായത്, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയത്. അതായത് കോൺഗ്രസ് തന്നെ ഇറക്കി വിട്ടിരിക്കുന്ന ജനങ്ങളെ പേടിപ്പിച്ച് പല രീതിയിൽ നിന്നും വിഘടനവാദികളെ കൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കുമ്പം ജനങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ കോൺഗ്രസിൻ്റെ പുറകിൽ അണിനിരക്കുന്നു. വേറെ വഴിയില്ല, ഈ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അതിദേശീയത കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ BJP അതിദേശീയത പറയുന്നു, BJP ദേശീയത, BJP മാത്രമല്ല ദേശീയ കക്ഷി, ഞങ്ങളും ദേശീയ കക്ഷിയാണ്, ഞങ്ങൾക്കും ഹിന്ദുത്വം ഉണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ദേശീയതയെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്ത് അതിൻ്റെ പ്രയോജനം മുഴുവൻ വാരിയെടുത്തത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ കോൺഗ്രസ്സിന് ഇന്ത്യൻ സൈന്യം പറയുന്ന വിശ്വാസമില്ല, സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് ഇന്ത്യൻ സൈന്യം പറഞ്ഞാൽ അത് വിശ്വാസം കോൺഗ്രസ്സിന് വരുന്നില്ല, പാകിസ്ഥാനിൽ നിന്ന് കോൺഗ്രസ്സുകാരുടെ ഇമ്രാൻ വാപ്പ പറഞ്ഞാൽ മാത്രമേ അവർക്ക് വിശ്വാസം വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഗാൽവനിലെ കാര്യത്തിൽ സൈന്യം പറഞ്ഞാലും ഗവൺമെൻറ് പറഞ്ഞാലും വിശ്വാസമില്ല, ഷീ ജിൻപിങ് മുത്തപ്പൻ, കമ്മ്യൂണിസ്റ്റ് മുത്തപ്പൻ പറഞ്ഞാലേ വിശ്വാസം വരത്തുള്ളൂ. അപ്പോൾ അവർക്കിപ്പം ഇന്ത്യയിലെ സൈന്യത്തെയോ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാരെയോ ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെയോ ഇന്ത്യയിലെ മീഡിയയോ ആരെയും വിശ്വാസമില്ല. അവർക്കിപ്പം അവർ നേരത്തെ ആരെയൊക്കെ കാണിച്ചാണോ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നത് അവരെ വെച്ചാണ്. എന്നെ ഭയങ്കരമായിട്ടും അതിശയപ്പെടുത്തിയത് ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് എന്നെ KSUവിൽ ചേർത്ത അതിദേശീയത ഉപയോഗിച്ച ശ്രീ ആൻ്റോ ആൻ്റണി തന്നെ സൈന്യത്തിനെതിരായിട്ട് പ്രസ്താവന ഇറക്കിയത് കണ്ടപ്പോഴാണ്. അതായത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായിരുന്ന AK ആൻ്റണിയുടെ മകനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് പുള്ളി ഇന്ത്യൻ സൈന്യത്തിനെതിരെ പത്തനംതിട്ടയിൽ ഇത് പ്രസ്താവന ഇറക്കിയത്. അതിൻ്റെ ബലവും കിട്ടി.
കാരണം ആ കമ്മ്യൂണിറ്റിയുടെ വോട്ട് മൊത്തം ഇന്ത്യൻ സൈന്യത്തിനെതിരെ പ്രസ്താവന ഇറക്കിയതോടുകൂടി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരുടെ വോട്ട് മൊത്തം ആൻഡ്രോയ്ക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു. തോമസ് ഐസക്ക് തോറ്റു പോവുകയും ചെയ്തു. തോമസ് ഐസക്ക് അത് പ്രതീക്ഷിച്ച അവിടെ വന്നത്. ആ ലക്ഷ്യം കൃത്യമായിട്ട് നിറവേറ്റി. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തെ ചീത്ത വിളിച്ചാൽ വോട്ട് കിട്ടുകയും ജയിക്കുകയും ചെയ്യാമെന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് തെളിയിച്ചു. വളരെ കൃത്യമായിട്ട്. അതായത് ചങ്കിര ചൈന എന്നൊക്കെ പറയുന്ന ഈ ഇന്ത്യൻ സൈന്യത്തിന് അതിൽ കൂടുതൽ ഇന്ത്യൻ സൈന്യ റേപ്പിസ്റ്റുകളാണെന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരെ മറികടന്ന സൈനിക വിരോധം കാണിച്ചപ്പോൾ വോട്ട് കിട്ടി. അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്ത് മോശം പറയാം സൈന്യത്തെ പറയാം. അപ്പോൾ ഇതൊരു ചില്ലറ കളിയല്ല. അതായത് ഈ ഇന്ത്യക്കകത്ത് മാത്രമേ നമുക്ക്, അതായത് ദേശവിരുദ്ധത പറഞ്ഞാൽ വോട്ട് കിട്ടുന്ന, അല്ല ദേശവിരുദ്ധതയ്ക്ക് ഒരു ബ്ലൈൻഡ് വോട്ട് ബാങ്ക് 30% ഇന്ത്യയിൽ ഡെവലപ്പ് ആയിരിക്കുന്നു. അത് ഗവൺമെൻറ് കൃത്യമായിട്ട് കാണേണ്ട ഒരു വസ്തുതയാണ്. ദേശവിരുദ്ധതയ്ക്ക് എല്ലാ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിലും ഒക്കെ ചിലപ്പോൾ ഇത്ര ദേശവിരുദ്ധത ഉള്ളവരോ വിഘടനവാദികളോ അവിടെ എവിടെ 5% തുടങ്ങി 10% വരെ കണ്ടേക്കാം. അതൊരു ജനാധിപത്യത്തിൻ്റെ ഭാഗമെന്ന് വെച്ചു. അനാർക്കിസ്റ്റുകളോ അങ്ങനെയുള്ള വേറെ പല ഇത് കാണും. പക്ഷേ ഈ ദേശവിരുദ്ധത ഇതൊരു 30% ഇന്ത്യയിൽ കൂടി. അത് എവിടെ? 100% എഡ്യൂക്കേഷൻ ഉള്ള സ്ഥലത്ത്. അല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കോ. ഇപ്പോൾ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഇന്ത്യയിലെ താരതമ്യേന വിദ്യാഭ്യാസമുള്ള ജില്ലയാണ്. സാമ്പത്തികമായിട്ടുള്ളതാണ്. മാത്രമല്ല പത്തനംതിട്ട ജില്ലയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന ജില്ലയാണ്. അവിടെ ആർക്കും ശ്വാസം മുട്ടലൊന്നുമില്ല. അപ്പം അവിടെ നിന്നുകൊണ്ട് ഇത് പറയുകയും ഇത് ജയിക്കുകയും ചെയ്യാവുന്നുള്ള ഒരു ഇത് ആണ്. പക്ഷേ ഇതിന് കൗണ്ടർ അടിക്കാൻ, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കൗണ്ടർ അടിക്കാൻ നിർഭാഗ്യവശാൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അദ്ദേഹം പയ്യൻസാണ്, അനിൽ ആന്റണിക്ക് അത് പറ്റിയുമില്ല. ഇത് സൈന്യത്തെ കുറ്റം പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനാണോ കോൺഗ്രസിനെ സംബന്ധിച്ച്? ഇപ്പം തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യയുടെ ഫോഴ്സുകൾ, അത് ED ആണേലും CBI ആണേലും NIA ആണേലും NSG ആണേലും BSF ആണേലും നമ്മുടെ ആർമിയോ നേവിയോ എയർഫോഴ്സോ എന്താണേലും അശോക ചക്രം വെച്ചിട്ടുള്ള ഇന്ത്യയുടെ എന്ത് പരിപാടി കണ്ടാലും കോൺഗ്രസ്സിന് ചൊറിച്ചിലുണ്ടാകുന്നുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനവും ഈ സെൻട്രൽ ഫോഴ്സുകളും സെൻട്രൽ ഏജൻസികളും ഒന്നും വേണ്ട എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. വിശ്വാസമില്ല. അവരെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലും കഴിഞ്ഞ ഈ സമയത്തും എല്ലാം ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേകതയും അവരുടെ അനുയായികൾ തന്നെ പവൻ ഖേര, ജയറാം രമേശ്, സുപ്രിയ ഷിനാദെ, അങ്ങനെ പിന്നെന്താ ഫോറിനിൽ നിന്ന് ഇന്ത്യക്കെതിരെ പ്രസ്താവന ഇറക്കുന്ന ഒരുത്തനുണ്ട്, പെട്രോഡ, ഊശാന്താടി. അപ്പം അവരെല്ലാം പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിന്നില്ലെങ്കിൽ അവൻ ജീവിതത്തിൽ മറക്കാത്ത പാഠം അവരെ പഠിപ്പിക്കുമെന്നാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഡയറക്റ്റായിട്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും ഇല്ലാണ്ടാക്കി കളയും, അവരെ ഒരു രീതിയിലും അവർക്ക് മറക്കാൻ മേലാത്ത പ്രതികാരം അവരോട് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ആരും കേസൊന്നും എടുത്തിട്ടില്ല. ഇപ്പം നമ്മളാരേലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയാൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഭീഷണിപ്പെടുത്തിയാൽ കേസുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഏജൻസിയെ ഭീഷണിപ്പെടുത്തുന്ന ലെവലിലേക്ക് ഇവരുടെ ദേശവിരുദ്ധത മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നാൽ കോടതിയുണ്ട്, അവിടെ നമുക്ക് ചോദ്യം ചെയ്യാം. അവരാണ് കോടതിയെ തീരുമാനിക്കും ഉദ്യോഗസ്ഥന് അനീതിയായിട്ട് നമ്മളോട് പെരുമാറിയിട്ടുണ്ടോ, അന്യായമായിട്ട് കേസെടുത്തിട്ടുണ്ടോ, അത് കോടതി നോക്കുന്നുണ്ട്. അത് ചെയ്യേണ്ടതിന് പകരം നിന്നെ പൂശിക്കളയും, നിന്നെ നിന്നെ ഉപദ്രവിക്കും, പ്രതികാരം ചെയ്യും, നീ മറക്കാത്ത രീതിയിൽ നിന്നെ ഉപദ്രവിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ലാംഗ്വേജുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പം ഈ 99 MPമാരെ കിട്ടി, കുറച്ച് ഒരു ഒഫീഷ്യൽ പ്രതിപക്ഷമൊക്കെ ഇപ്പോൾ ആയി. 15 വർഷമായിട്ട് ഒഫീഷ്യൽ പ്രതിപക്ഷമില്ലായിരുന്നു. ഒഫീഷ്യൽ പ്രതിപക്ഷം ആയതോടുകൂടി ഉദ്യോഗസ്ഥന്മാരുടെ മേലും മീഡിയയുടെ മേലും ഗോഡി മീഡിയയെ ഇല്ലാണ്ടാക്കും. മീഡിയ ഇവിടെ നടത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയൊന്നുമല്ല. ഇപ്പം എന്തേരം മീഡിയകൾ, ഇപ്പം മോഡിയെയും ഗവൺമെൻറ്റിനെയും സംഘപരിവാറിനെയൊക്കെ വിമർശിക്കുന്ന മീഡിയകളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അവർക്ക് ഇതിനെ ഓടി നടന്ന് വാർത്തകൾ ഇടുന്നുണ്ട്. സത്യമുള്ളതും ഇല്ലാത്തതും ഫേക്ക് ന്യൂസും എല്ലാം ഇടുന്നുണ്ട്. അതിനെന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് ഡീൽ ചെയ്യുന്നു, അവർ പോയി ജാമ്യം എടുക്കുന്നു. അല്ലാതെ ഇവർ ഡയറക്റ്റായിട്ട് നശിപ്പിക്കും എന്നൊരു ഭീഷണിയിലേക്ക്, നിയമം കയ്യിലെടുക്കും എന്നൊരു ഭീഷണിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. അത് വലിയൊരു അപകടകരമാണ്. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം രാജ്യത്തെ വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാനും ഗവൺമെൻറ്റിനെ ആക്രമിക്കാനുമുള്ള ഒരു പ്രേരണയാണ്. ഇതേ പരിപാടി തന്നെയാണ് ട്രംപിനെതിരെ ബിഡനും പാർട്ടിയും ചെയ്തത്. അതാണിപ്പോൾ ഈ ട്രംപിനെ ആക്രമിക്കുന്ന ലെവലിലേക്ക്, അതായത് ഏതെങ്കിലും രീതിയിൽ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ചെയ്താൽ അവൻ ലോൺ വൂൾഫ് അറ്റാക്കോ അല്ലെ ആൾക്കാരെ കൂട്ടിയൊരു അറ്റാക്കോ അങ്ങനെയൊക്കെ നടത്താം.
ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവർ ഇപ്പം നരേന്ദ്രമോദിക്കെതിരെ, പർട്ടിക്കുലർലി നരേന്ദ്രമോദിക്കെതിരെയും നരേന്ദ്രമോദിയെ ഇല്ലാണ്ടാക്കും എന്നുള്ള ഒരു 10ഓളം പ്രസ്താവനകൾ പലരുടെയും കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ പല സ്ഥലത്ത് വന്നിട്ടുണ്ട്. നരേന്ദ്രമോദിക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അതുപോലെ ചേരിപ്പറഞ്ഞതിനും പലതിനും എതിരെ അവർ ഈ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും അവർക്കുള്ള പിന്തുണ കോൺഗ്രസ് കൊടുക്കുമെന്നുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് ഒരു കാര്യം ചെയ്യേണ്ടത്, അവരുടെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും തീവ്രവാദികളാൽ വധിക്കപ്പെട്ടവരാണ്. ഈ 10 വർഷത്തെ BJP ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് പോലും വധിക്കപ്പെട്ടിട്ടില്ല. നക്സലൈറ്റുകൾ ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ അവിടെ ശുക്ല അടക്കം ഏകദേശം 20ഓളം കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഒറ്റയടിക്ക് കൊന്നത്. എന്നിട്ട് ഇപ്പോൾ ആ നക്സലുകളെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുകയാണ്, ഖാലിസ്ഥാൻകാരെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുകയാണ്, LTTE കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുകയാണ്. നോർത്ത് ഈസ്റ്റിൽ ആയിരക്കണക്കിന് പട്ടാളക്കാരും ജനങ്ങളുമാണ് മരിച്ചത്. അവിടെയുള്ള തീവ്രവാദികളെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം TN ശേഷൻ എന്ന് പറയുന്ന ആൾ ഇലക്ഷൻ കമ്മീഷണറായി വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ആ പവർ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് അറിഞ്ഞത്. എന്ന് പറയുന്നത് 10 വർഷം മുമ്പ് വരെ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വന്ന BJP സർക്കാർ EDയോ അല്ലെങ്കിൽ ഈ CBIയോ അവരെയൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേടല്ലേ, അവർക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ? അല്ല, പിടിപ്പുകേടല്ല. കോൺഗ്രസ് സർക്കാർ ഈ ഏജൻസികളെ മൊത്തം അഴിമതിക്ക് സപ്പോർട്ട് ചെയ്യാനും കേസുകൾ ഒതുക്കാനും വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മിസ്യൂസ് ചെയ്യുമായിരുന്നു. ഇവരെല്ലാം ഇവിടെ കളത്തിലുണ്ടായിരുന്നു. പക്ഷേ നീ അതും നോക്കണ്ട, ഇതും നോക്കണ്ട, അവനെയും വിട്ടേരെ, ഇവനെ ഊരി വിട്ടേരെ, അങ്ങനെ ഈ തെളിവ് നശിപ്പിക്കൽ യജ്ഞമാണ് കോൺഗ്രസ് നശിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാ സമയത്തും അവർ ചെയ്തുകൊണ്ടിരുന്നത്. BJP വന്നു കഴിഞ്ഞപ്പോൾ തെളിവ് കിട്ടിയാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക, നടപടി എടുക്കുക. അപ്പോൾ ആ രീതി അങ്ങനെയാണ് ഇപ്പോൾ പലരും നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത്. കോടതി ശിക്ഷിക്കുന്നുണ്ടോ, കൊളീജിയൻ ഡൈനാസ്റ്റിയാണ്, അവർ ചിലപ്പോൾ ജാമ്യം കൊടുക്കുമോ ഊരി വിടുകയോ എന്ത് വേണേൽ അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നു. കൊളീജിയൻ ഡൈനാസ്റ്റിയെ ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ കുറ്റവാളി നിയമത്തിന് മുമ്പിൽ നിൽക്കുകയും അവർ കുറ്റവാളിയാണെന്ന് ജനങ്ങളുടെ മുമ്പിലും മീഡിയയുടെ മുമ്പിലും എക്സ്പോസ് ആകുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് ശിക്ഷ കിട്ടുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മൾ ലോകത്ത് എല്ലാ സ്റ്റേറ്റിനും കോടതിയുണ്ട്. ആ കോടതികൾക്കെല്ലാം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം കുറ്റവാളികളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ മാത്രത്തെ കോടതിയാണ് ഏത് കുറ്റവാളിയെ കണ്ടാലും അവനെ വിചാരണ ചെയ്തിട്ട് അവനെ വൈറ്റ് വാഷ് ചെയ്ത് അവൻ കുറ്റവാളിയല്ല, ഒരു ചെറിയ ലൂപ്പുകൾ കണ്ടിട്ട് 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടതെന്നുള്ള ഒരു വ്യാജ ന്യായം പറഞ്ഞ് കുറ്റവാളികളെ എല്ലാം സൂത്രത്തിൽ കയറൂരി വിടുന്ന ഒരു സിസ്റ്റം ഇവിടെ മാത്രമേ ഉള്ളൂ. ലോകത്തൊരിടത്തും അങ്ങനെ ഒരു പരിപാടിയില്ല. ലോകത്ത് ഏത് രാജ്യത്തും, അത് എത്ര ചെറിയ രാജ്യമാണെങ്കിലും എങ്ങനെയാണ് കുറ്റം ചെയ്താൽ ഒരു ശിക്ഷയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 പേരൊക്കെ ഊരിപ്പോകാം, എന്നാലും മെജോറിറ്റി കേസുകളിലും ശിക്ഷയുണ്ട്. ഇന്ത്യയിൽ മാത്രമേ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടില്ല എന്നൊരു ഗ്യാരണ്ടി, ഏത് കുറ്റവും ചെയ്യാമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു സ്ഥലം ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കാരണം ഈ 75 ഇതിനൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ബ്രിട്ടീഷുകാരൻ്റെ ഭരണം 1857 തുടങ്ങി 1947 വരെ നല്ല ഒന്നാം തരം ലോ ആൻഡ് ഓർഡർ ആയിരുന്നു. കുറ്റം ചെയ്തവനൊക്കെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്ക് കുറ്റം ചെയ്ത് ഈ ഭരണം കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ജുഡീഷ്യറിയും മാറിയത്. കുറ്റവാളികൾക്ക് സൂത്രത്തിൽ ഊരിപ്പോകാമെന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെട്ടിരുന്നു, അവരുടെ കോടതിയും കറക്റ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവർ കോൺഗ്രസ് സംഭവിച്ചിരിക്കുന്ന ഈ ഏജൻസികളെ മൊത്തം ബലഹീനമാക്കി, ജുഡീഷ്യറിയെ ബലഹീനമാക്കി. അപ്പോൾ അത് BJP ഗവൺമെൻറ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഏജൻസികളെയൊക്കെ ഷാർപ്പാക്കി അവർ ആൾക്കാരെ പിടിക്കുന്നുണ്ട്, തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്, പുറത്തുള്ള തെളിവുകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അനേകം ക്രൈമുകൾ ഇന്ത്യക്കെതിരെ ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തിരുന്ന. അപ്പോൾ അതും പറ്റുന്നവരെ പലരെയും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, നിയമത്തിൻ്റെ നൂലാമാല കൊണ്ട്. എന്നാലും കൊണ്ടുവരാവുന്നവരെ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞവരാണെങ്കിൽ 2-3 ടേമായിട്ട് MP ആയിരുന്ന ഒരാൾ സൈന്യത്തെ ഇങ്ങനെ പരസ്യമായി കുറ്റം പറയുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവാണ്, അദ്ദേഹം DCC പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യത്തെ, നമ്മുടെ ദേശീയതയെ അങ്ങനെ തള്ളി പറയാൻ കഴിയുക, അങ്ങനെ ഒരു പാരമ്പര്യത്തിലേക്ക് കോൺഗ്രസിനെയും മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? ഇതൊരു ഒറ്റപ്പെട്ട MPയുടെ അവസ്ഥയല്ല, കോൺഗ്രസിൻ്റെ ജനറൽ പോളിസിയാണ്. അവരുടെ ജനറൽ സെക്രട്ടറിമാർ, സ്പോക്സ് പേഴ്സൺസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മലയാളികൾ ഇത് അറിയുന്നില്ലെന്നേ ഉള്ളതേ ഉള്ളൂ. ഈ കോൺഗ്രസ്സുകാർ പറയുന്ന ധിക്കാരവും കാര്യങ്ങളും ഒക്കെ ഹിന്ദി, ഇംഗ്ലീഷ് മീഡിയകളിൽ വളരെ കൃത്യമായിട്ട് ആ മീഡിയത്തിൽ ഇത് വരുന്നുണ്ട്. ഇവർ പറയുന്ന ഇതിൻ്റെ 1000 ഇരട്ടി വലിയ പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് അത് വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ മീഡിയ അത് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും വളരെ കൃത്യമായിട്ട് മറ്റു മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളം മീഡിയയിൽ അത് മനഃപൂർവ്വം അവരത് പറയുന്നില്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പറയുന്നത് മിക്കവാറും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത്, കേരളത്തിൽ സാധാരണഗതിയിൽ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധമായ പ്രസ്താവന വന്നുകൊണ്ടിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്നോ അല്ലെ PFIയുടെ കയ്യിൽ നിന്നോ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം
കോൺഗ്രസും അത് ഏറ്റുപിടിച്ചിരിക്കുന്നു. ഏത് അതായത് വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞേ പറ്റത്തുള്ളൂ കേരളത്തിൽ എന്ന് കോൺഗ്രസും മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ ഇനിയുള്ള മുന്നേറ്റം ഈ പറയുന്ന ദേശീയതയിൽ നിന്ന് പൂർണ്ണമായും രാജ്യവിരുദ്ധതയിലേക്ക് നീങ്ങും എന്നാണോ? തീർച്ചയായിട്ടും അവർ 100%, അതായത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും നയങ്ങൾ അതേപടി കോൺഗ്രസ് ഇവിടെ കോപ്പി. അതായത് 1936 പാകിസ്ഥാൻ ലീഗിൻ്റെ പ്രകടനപത്രിക കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഇറക്കിയത് ഒഫീഷ്യലായിട്ട്. അപ്പം ഏത് അക്രമം നടന്നാലും ഹിന്ദുവാണ് പ്രതി എന്നുള്ള ബില്ലാണ് UPA പണ്ട് കൊണ്ടുവന്നത്, റൈറ്റ് നിയന്ത്രണ ബില്ലെന്നും പറഞ്ഞ്. ഇവിടെ എന്താണ് ആൾക്കാരുടെ സ്വത്ത് അളന്നിട്ട് പിള്ളേരുടെ എണ്ണം അനുസരിച്ച് സ്വത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശിക്കും റോഹിംഗ്യകൾക്കും ഒക്കെ 10-16 പിള്ളേരുണ്ട്, സ്വത്ത് മൊത്തം അവർക്ക് പോകും. അങ്ങനെയുള്ള പല അഭ്യാസങ്ങളാണ് കോൺഗ്രസ് പയറ്റുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് രാജ്യവും ജനങ്ങളും ജാഗരൂകരായിരിക്കുക. ഈ കോൺഗ്രസിൻ്റെ അജണ്ടകളെ നേരത്തെ കണ്ടറിഞ്ഞ് തോൽപ്പിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കോൺഗ്രസ് 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാമെന്നും എല്ലാം ഫ്രീ ആണെന്നും പറഞ്ഞ് വോട്ട് ചെയ്ത ആൾക്കാരുടെ അവസ്ഥയിലോട്ട് രാജ്യം മാറും. ഇവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയാൽ, കോൺഗ്രസിൻ്റെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയാൽ ആ കുഴിയിലേക്ക് ജനം പോയി വീഴും. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ജനം തിരിച്ചറിയുമെന്ന് കരുതി നമുക്ക് തൽക്കാലം ഈ ടോപ്പിക് കൂടെ നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.